Hi, welcome to Anjali's Food Court. ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചു. എനിക്കിപ്പോൾ 9 മാസമായി. അപ്പോൾ എല്ലാവരും പറയും 7 മാസം തൊട്ടിട്ട് നമുക്ക് തുണികളൊക്കെ കഴുകി വെക്കാം എന്നൊക്കെയാണ്. പക്ഷെ നല്ല കുട്ടിക്കുള്ളതൊന്നും വാങ്ങരുതെന്ന് പറയും. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി കഴുകി അയൺ ചെയ്ത് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഈ 9ാം മാസം തുടങ്ങണേക്കാളും മുന്നേ ഒന്ന് സെറ്റാക്കി വെച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ആദ്യം എൻ്റെ ബാഗിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഞാൻ കണ്ണി കണ്ട കുറേ ഒന്നും വാങ്ങിയിട്ടില്ല. എനിക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ. ഇനി അതൊക്കെയാണോ എന്നും അറിയില്ല. ആദ്യമായിട്ടുള്ള പ്രസവമായതുകൊണ്ടും പിന്നെ എന്തൊക്കെ കൊണ്ടുപോകണം എന്നറിയില്ല. എനിക്ക് തോന്നിയത് ഞാൻ ആക്കി വെച്ചു. പിന്നെ പലരും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ അയ്യോ ഇതൊക്കെ വേണോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ഇതിലല്ല, എനിക്ക് ആവശ്യം മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ എല്ലാം ഒരു പെട്ടിയിലാണ് ആക്കിയിരിക്കുന്നത്. പിന്നെ കുറെ കവറൊന്നും കൈ പിടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എല്ലാം എൻ്റെ ഒരു പെട്ടിയിലാണ്. അപ്പൊ അതില് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഹാൻഡ് ബാഗ്. ഇതിലിപ്പോ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പാൻ കാർഡ്, അതുപോലെ തന്നെ ID കാർഡ്, ആ വക ഐറ്റംസും കുറച്ച് നമ്മുടെ കയ്യിൽ വെക്കാൻ കുറച്ച് ചില്ലറ, അത്രേ ഉള്ളൂ. കാര്യമായിട്ടൊന്നുമില്ല. കാർഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബാഗ്, ഫോണൊക്കെ വെക്കാനും ചാർജറൊക്കെ വെക്കാനും ഞാൻ അത് ഉപയോഗിക്കും. പിന്നെ ഹോസ്പിറ്റൽ നമ്മളുടെ ആവശ്യമുള്ള സാധനങ്ങൾ, നമ്മളുടെ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഒരു ഫയല്, ഹോസ്പിറ്റൽ ഫയലാണ്. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും. അപ്പം അതും വെക്കും. പിന്നെ കോട്ടന്റെ മുണ്ട്, അത് ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് പറയും. അപ്പോൾ അത് നന്നായി വൃത്തിയിൽ കഴുകി നന്നായി മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ലാബ് റൂമിലേക്ക് ആവശ്യം വരുന്നതാണ് എൻ്റെ ഒരു ധാരണ, എനിക്കറിയില്ല. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ 2 മുണ്ട് കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ തോർത്തുമുണ്ട്, പിന്നെ സാധാരണ ഒരു ടവൽ, എന്തെങ്കിലും കഴിച്ച് കഴുകി തുടയ്ക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടവൽ കൈ പിടിച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റ്, നമ്മളുടെ കൂടെ നിൽക്കണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ. ഇപ്പൊ ബെഡ്ഷീറ്റും 2 ബെഡ്ഷീറ്റ് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ അതിന്റെ പില്ലോ കവറും ഉണ്ട്. പിന്നെ എത്ര ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ വേണ്ടി വരും എന്ന് അറിയില്ല. അഡ്മിറ്റായി നോർമൽ ആണെങ്കിൽ ഒരു 3 ദിവസമൊക്കെ ആയിരിക്കാം. അല്ല C-സെക്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 5 ദിവസമൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പൊ അതിന് പറ്റിയ ഫീഡിങ്, എന്താ പറയുക, നൈറ്റി, കുർത്തി അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് സംഭവം കേട്ടോ. അപ്പൊ അതങ്ങനെ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. സാധാരണ കോട്ടന്റെ തന്നെ സിബൊക്കെ വെച്ചിട്ട് അറിയാലോ. ഇപ്പൊ ഫീഡിങ് നൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു 5 എണ്ണം അത് കഴുകി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് സംഭവം. പിന്നെ ഒരു ഫുൾ ഓപ്പൺ നൈറ്റി, ഫുള്ളായിട്ട് ബട്ടണൊക്കെ വെച്ചിട്ടുള്ള നൈറ്റി ഉണ്ടാവുമല്ലോ, അതാണ് സംഭവം. അത് മുകളിൽ ഇരുന്നോട്ടെ. അപ്പൊ നൈറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ ഫ്രോക്ക് ടൈപ്പാണ് ഒക്കെ എടുത്തത്. കണ്ടോ, ഇത് ഫുള്ള് ഇങ്ങനെ ബട്ടനാണ്. നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ചിട്ട് ബട്ടൺ വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഫീഡ് ചെയ്യാനും കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും എന്താ പറയാ, ഹോസ്പിറ്റൽ ഉപയോഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോഴും നമുക്ക് ഇതൊക്കെ ഓപ്പൺ ആക്കാൻ സുഖമാണ്. പിന്നെ അടിയിൽ ഇങ്ങനെ ഫ്രില്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നൈറ്റ് ഇടുന്ന ഒരു ഫീലും വരില്ല. ബാക്കിൽ അത്യാവശ്യത്തിന് ഇങ്ങനെ ടൈ ചെയ്യാൻ കെട്ടും ഉണ്ട്. അതാണ് ഒരു നൈറ്റി, ഫുൾ ഓപ്പൺ നൈറ്റി. ഇനി വേറെ മോഡൽ എന്ന് പറയുന്നത് നിങ്ങൾ, അപ്പോ ഇതെന്താ കാണിച്ചു തന്നെയെന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോ എന്താ പറയാ, നമ്മൾ ഈ മെറ്റേണിറ്റി വെയർ ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ചെന്നപ്പോ ഒരെണ്ണത്തിന് തന്നെ ഒരു 600, 700, 800 ആ റേഞ്ചൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കോട്ടൺ ആണ്. പിന്നെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ ഇത് ഞാൻ മീറ്ററിന് അല്ല 90 പീസ് എടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. 90 പീസിന് 190 അങ്ങനെ 3 മീറ്റർ 190 ആ ഒരു റേറ്റ് ഒക്കെയാണ് വരുന്നുള്ളൂ. സ്റ്റിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അത്രയ്ക്ക് റേറ്റും വരുന്നില്ല. ഈ പറഞ്ഞ ഒരെണ്ണം എടുക്കേണ്ട സ്ഥാനത്ത് നമുക്ക് 2 എണ്ണം 3 എണ്ണം ഒക്കെ അടുപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരെണ്ണം അത് ഫുൾ എന്താ പറയാ, ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്ത കേട്ടോ. ഇത് 350 ഒക്കെയാണ് ഉള്ളത്. ഇതെങ്ങനെയാ വെച്ചെങ്കിൽ ഇവിടെ 2 സൈഡിൽ സിബ് ഉണ്ട്.
കണ്ടോ, 2 സൈഡിലും ഉണ്ട് കേട്ടോ, അറ്റം വരെ ഉണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, 2 സൈഡിലും ഇങ്ങനെ ടൈ ചെയ്തിട്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് അങ്ങനെ ആക്കാം. അതൊരു മോഡല്. പിന്നെ അടുത്തത് ഇതൊരു വെനിയൻ സ്റ്റഫാണ്, പക്ഷെ നല്ല അത്ര ചൂടൊന്നും കൊടുക്കണില്ല. ഇതിങ്ങനെ വരും, ഇത് ഫുള്ളായിട്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, കണ്ടോ. അപ്പൊ നമുക്ക് കാണില്ല, കവർ ചെയ്ത് ഇങ്ങനെ കിടക്കുകയും ചെയ്യും. ഇങ്ങനെ ഫീഡ് ചെയ്യാനുള്ള ബാക്കിൽ ഈ പറഞ്ഞ പോലെ കെട്ടാൻ പറ്റും. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പാണ് ഞാൻ നമ്മുടെ നൈറ്റികളായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് പിന്നെ ഇന്നേഴ്സ്, ലെഗിൻസ്, അതൊക്കെ തന്നെയാണ്. ഫീഡിങ് ബ്രാ, അത് ഞാൻ പലരും പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ അങ്ങനെ വാങ്ങിയതാണ്. അതെന്താ സംഭവം ചിലർക്ക് അറിയണ്ടാവില്ല, എനിക്കറിയണ്ടായിരുന്നില്ല. ഉണ്ടെന്ന് അറിയാം, പക്ഷെ എങ്ങനെയാണ് സംഭവം അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇതാണ് സംഭവം. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി, ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും. ഫീഡ് ചെയ്യണ അമ്മമാർക്കൊക്കെ അറിയുണ്ടാവും. അങ്ങനെ 3 എടുത്തിട്ടുണ്ട്, നോർമലായിട്ടും എടുത്തിട്ടുണ്ട് 2. ഞാൻ പാൻറ്റീസ് എടുത്തു. പിന്നെ തിരിച്ചു വരുമ്പോ ഇടാനുള്ള ഡ്രസ്സ്, ഉണ്ണികാര്യം കൊണ്ട് വരുമ്പോ പുതിയ ഡ്രസ്സ് വെച്ചിട്ട് വാങ്ങിയതാണ്. അപ്പൊ അത് എടുത്തിട്ടുണ്ട്. പിങ്ക് കളറാണ്. അപ്പോ ഗേളാണോ പോയാണോന്ന് അറിയില്ല, എന്നാലും പിങ്ക് ഉണ്ണിക്ക് എടുത്തിട്ടുണ്ട്. അതുപോലത്തെ ബ്ലൂ ഉണ്ട്. അങ്ങനെ 2 നല്ല ഡ്രസ്സും 2 ജോഡി നല്ല ഡ്രസ്സും വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയാണ്. അടുത്തത് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യം പറഞ്ഞതാണ് മെറ്റേണിറ്റി പാൻറ്റീസോ. ഡിസ്പോസിബിൾ പാഡ് ഫിക്സ് ചെയ്യണതാണ് ഈ പാൻറ്റീസിന്റെ ഒരു സംഭവം. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്. അത്ര ഇതിന് സൈസുകളൊക്കെ ഉണ്ട് കേട്ടോ, ലാർജ്, മീഡിയം, എക്സൽ അങ്ങനെയൊക്കെ. ഇതാണ് സംഭവം, ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. ഇതിലിങ്ങനെ ഫിക്സ് ചെയ്യും പാഡ്. അപ്പൊ നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കളയാം. അങ്ങനെയാണ്, ഡിസ്പോസിബിൾ ആയതുകൊണ്ട് അങ്ങനെ കളയാം. പണ്ടൊക്കെ അങ്ങനെ തുണിയൊക്കെ അല്ലായിരുന്നു. ഇപ്പൊ എല്ലാവരും ഇതാ ചോദിക്കാനാണ് പറയണേ. ഹോസ്പിറ്റലിൽ തന്നെ അങ്ങനെ പറഞ്ഞത്. അത് അതിന്റെ കൂടെ വെക്കേണ്ട പാഡാണ് ഇത്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതെന്താ സംഭവം നോക്കാൻ വേണ്ടി ചെയ്താട്ടോ. അതും വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. പക്ഷെ ആ സമയത്ത് ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോ ഓടാൻ നിൽക്കണ്ടല്ലോ വെച്ചിട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് കവർ, ഇപ്പൊ എന്തെങ്കിലും മുഷിഞ്ഞത് ഇടാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ടൈമിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ ന്യൂസ് പേപ്പർ, ഇതിപ്പോ അവിടെ എന്തെങ്കിലും കഴിക്കണമെങ്കിലൊക്കെ വിരിച്ചിട്ടൊക്കെ കഴിക്കണമെങ്കിൽ എന്തെങ്കിലും തുടയ്ക്കാനോ എന്തെങ്കിലും എടുക്കാലോ. അപ്പൊ അങ്ങനെ അതും ഒരു 2 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാഗ്, എന്തെങ്കിലും ആവശ്യം വന്നാൽ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കൊണ്ടുവരാനൊക്കെ കൂടുതൽ വേണം വെച്ചെങ്കിൽ ഇതിലാക്കി കൊണ്ടുവരാനോ വെച്ചിട്ട് അത്ര തന്നെ. പിന്നെ സാധാരണ പാഡും കുറച്ച് കൈ വെച്ച്. ഇത്രയാണ് എൻ്റെ പെട്ടിയിൽ ഇപ്പോൾ ആക്കിയിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ, എനിക്ക് കാര്യമായിട്ടൊന്നുമില്ല. ഇനി വെക്കാൻ പോണത് എന്താന്ന് വെച്ചാ നമ്മുടെ അത്യാവശ്യ സാധനങ്ങള്, എന്താ പറയാ, ചീപ്പ്, ബാൻഡ്, ബ്രഷ്, കുഞ്ഞു പൗഡറൊന്നും ഇടില്ല എന്ന് പറയുന്നുണ്ട്. പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൗഡറും ഉപയോഗിക്കില്ല. പക്ഷെ ഇത് എപ്പോഴും എൻ്റെ ഒരു പൗച്ചിൽ ഉണ്ടാവുന്നതാണ്, അതുകൊണ്ട് ഇത് കൈ പിടിക്കണം.
പിന്നെ ഞാൻ കഴിക്കണ മരുന്നിന്റെ ഓരോ സ്ട്രിപ്പുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ കഴിക്കണ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, ഫോളിക് ആസിഡ് അത് ഇതൊക്കെ, അത്. പിന്നെ പൊട്ട്, സോപ്പൊക്കെ അമ്മയുടെ കയ്യിലാണ് കേട്ടോ, സോപ്പൊക്കെ അമ്മയുടെ ബാഗിലാണ്. ലിപ് ബാം, ഒരു ക്രാബ്, ക്ലിപ്പ്, ടൈഗർ ബാം, പിന്നൊരു എന്താ പറയാ മോയ്സ്ചറൈസർ, ഇതൊക്കെ തന്നെ. അപ്പൊ അതൊക്കെയാണ്. ഇനി എനിക്ക് ചെരുപ്പ് വെക്കാണ്ട്, അത് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അത് മുമ്പിട്ട് പോവുള്ളൂ, അല്ലാണ്ട് അതിനായിട്ട് ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെന്താണ്, ഫോൺ ചാർജർ, ഐറ്റംസ്. പിന്നെ ഫ്ലാസ്ക് എടുക്കണം, അത് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തൂക്കുപാത്രം, കഞ്ഞിയൊക്കെയാണ് ഇത്ര പ്രസവം കഴിഞ്ഞാൽ കുടിക്കുക. അപ്പം അവിടെ ക്യാൻറ്റീനിൽ കഞ്ഞിയൊക്കെ വാങ്ങിയ ആ ഒരു പാത്രം കൂടി വെക്കാണ്ട്. അത്രേ ഉള്ളൂ. എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് ഇതാണ്, കൂടുതലൊന്നും ഇല്ല തോന്നുന്നു. ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞു തരാം, ഇന്ന സംഭവം അത്യാവശ്യമാണെന്നൊക്കെ. അപ്പൊ ഞാൻ ഇത് അടയ്ക്കാൻ പോവാണ് കേട്ടോ. ഇനി നമുക്ക് ഉണ്ണിയുടെ കാണാം. ഇത് എടുത്തേക്കട്ടെ. ഇനി കുറച്ച് ഐറ്റംസും കൂടി കാണിക്കാണ്ട് വിട്ടുപോയതാട്ടോ. അമ്മ എടുത്ത് വെച്ച കുറച്ച് ഐറ്റംസും ഉണ്ട്, അതും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. വേറെ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അത് അമ്മ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു എന്തെങ്കിലും കഞ്ഞിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടോ, എന്തെങ്കിലും ചോറ് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചോറും പാത്രം പോലെ കൈ പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു തൂക്ക് പാത്രം വേണമെന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ അവിടുത്തെ അതിൻ്റെ തൂക്ക് പിടി പോയി, അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉള്ളത് കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചായയോ എന്തെങ്കിലുമൊക്കെ വേണമെച്ചെങ്കിൽ അതിന്. പിന്നെ സോപ്പും പട്ടി, പിന്നെ അതാ ഒരു സോപ്പ് വയ്ക്കാനുള്ളൊരു ബോക്സ്, പിന്നെ ക്ലിപ്പുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലുണ്ട് കുറച്ച് ടർക്കി ടവല്, കാണാനില്ല അല്ലേ ശരിക്കും. ഫ്ലാസ്ക് 2 വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സാധാ സ്പൂണ്, ഗ്ലാസ്. ഇത് ഗോകർണം എന്ന് പറയും. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിൽ ഒഴിച്ചു കൊടുക്കില്ലേ, ഗോകർണം കേട്ടോ. ഇതിനെയാണ് ഗോകർണം എന്ന് പറയുന്നത്. അത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലേറ്റ് വരണം, നമുക്ക് ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പോസിബിൾ പ്ലേറ്റ് എടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മറക്കണോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ടർക്കി പോലത്തെ ടവലുകളാട്ടോ. അങ്ങനെ 2-3 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ എന്താ പറയുക, ഇങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള കവർ. കത്രിക എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും കട്ട് ചെയ്യാൻ ആവശ്യം വരുമല്ലോ. പിന്നെ ചെറിയൊരു പാനകത്തിയും കൂടി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് അമ്മയുടെ ബാഗിലുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ വെച്ച ബാഗിൽ കുഞ്ഞൊരു പാനകത്തി പോലെ ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, പിന്നെതാ ചെറിയൊരു സ്ക്രബ് കൈ പിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഈ പാത്രങ്ങളൊക്കെ കഴുകാൻ ആവശ്യം വരുമല്ലോ, കഞ്ഞി കൊണ്ടുവന്ന പാത്രം, ചായ കുടിച്ച ഗ്ലാസ്, അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞൊരു വിംബാർ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അമ്മയുടെ ബാഗിലാണ്. കുളിക്കാനുള്ള സോപ്പ്, ഷാമ്പു, അങ്ങനത്തെ ഐറ്റംസൊക്കെ. കുറേയൊന്നുമില്ല, ചെറിയ ചെറിയ ഇതോള്, ചെറിയ സാമ്പിൾ പാക്ക് പോലത്തെയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ആയിട്ട് കൈ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് അത്യാവശ്യമാണ്. പിന്നെ വല്ല മാറ്റോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കണമെങ്കിൽ എടുത്ത് വെക്കാം കേട്ടോ. പായ, അത് എനിക്കറിയില്ല വേണമെന്ന്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കവർ കുറച്ച് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും വേസ്റ്റ് കളയാനൊക്കെ ഉള്ള കവർ.